പിണറായി വിജയൻ ഒടുവിൽ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന് പിന്നാലെ അദ്ദേഹം മൗനം വെടിഞ്ഞിരിക്കുകയാണ്. ജനവിധിയെ സ്വീകരിക്കുന്നുവെന്നും LDFന് ജനം നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുന്നുവെന്നുമാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ പ്രതികരണം. മാർഷൽ വി സെബാസ്റ്റ്യൻ ഉണ്ട്. മാർഷൽ, ഈ ഫേസ്ബുക്ക് പോസ്റ്റിലെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഭാഗം, ഞങ്ങൾ എതിർത്ത ശക്തികൾ UDF, BJP, ചില മാധ്യമങ്ങളുടെ നിലപാട് ഇവയെല്ലാം ചേർന്നുണ്ടാക്കിയ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഈ ഫലമുണ്ടായത്. അരാജക രാഷ്ട്രീയ സ്വഭാവമുള്ള ചില കേന്ദ്രങ്ങളുടെ തെറ്റായ പ്രചാരണത്തിലും ചിലരെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ട്. അവരെയൊക്കെ വസ്തുതകൾ ബോധ്യപ്പെടുത്താൻ ഗൗരവമായ ശ്രമമുണ്ടാകും. ഇവിടെ അരാഷ്ട്രീയമായി ജനങ്ങൾ അരാഷ്ട്രീയരായി എന്നുള്ള ഇത് നടത്തുന്നില്ല. നേരത്തെ M. സുരാജിന്റെ ഒരു പോസ്റ്റായിരുന്നു അങ്ങനെ വന്നത്. എങ്ങനെയാണ് പിണറായി വിജയൻ ഈ തോൽവിയെ കാണുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു വാർത്താക്കുറിപ്പിലാണ് അദ്ദേഹം ഇത് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വിജയം തീരെ ഞെട്ടിക്കുന്നതാണ്. അതായത് തീരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ജനവിധിയാണ് വന്നതെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. അതിന് കാരണമായത് എന്താണെന്നുള്ളത് സസൂക്ഷ്മം പരിശോധിക്കുമെന്നും എല്ലാ ജനവിഭാഗങ്ങളെയും കേൾക്കുമെന്നുമാണ് പിണറായി വിജയൻ വാർത്താക്കുറിപ്പിൽ അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ ചില കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നതായിരുന്നു. അതിൽ മാധ്യമങ്ങൾ, UDF, BJPയുമായുള്ള കൂട്ടുകെട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. എന്നാൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഈ കനത്ത പരാജയം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നേരിട്ട് മാധ്യമങ്ങളെ കാണുമെന്നും ആ പരാജയത്തിൽ ഉണ്ടായിട്ടുള്ള വിലയിരുത്തൽ എന്താണെന്ന് ജനങ്ങളുമായി സംവദിക്കുമെന്നായിരുന്നു. എന്നാൽ അത്തരം ഒരു തീരുമാനം ഉണ്ടാകില്ല എന്നാണ് ഈ വാർത്താക്കുറിപ്പിലൂടെ മനസ്സിലാക്കുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് ജനങ്ങളെ ഇനിയും ഈ പരാജയത്തിന്റെ കാരണങ്ങൾ എന്താണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താനോ അതിൽ തുടർ നടപടികൾ എന്ത് സ്വീകരിക്കുന്നു എന്ന രീതിയിലേക്ക് മാധ്യമങ്ങളെ കാണുവാൻ വേണ്ടി താല്പര്യമില്ല എന്നുള്ളത് കൂടിയാണ് ഈ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാകുന്നത്. ഒപ്പം അദ്ദേഹം നേരത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സൂചിപ്പിച്ച തരത്തിലുള്ള ചില ആരോപണങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പഠിക്കുമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ജനങ്ങളെ മുഴുവൻ കേൾക്കും, പാർട്ടി സഖാക്കളുടെ അഭിപ്രായങ്ങൾ തേടും, തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുമെന്നുമാണ് അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ നവകേരള നിർമ്മിതിക്കായിട്ട് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള തുടർ വികസന പ്രവർത്തനങ്ങൾ ഇനിയും പുതിയ ഭരണസമിതി തുടരുമ്പോൾ അതിനെ പിന്തുണയ്ക്കും. എന്നാൽ ജനങ്ങൾക്ക് എതിരായിട്ടുള്ളതും ജനോപകാരപ്രദമല്ലാത്തതുമായിട്ടുള്ള പദ്ധതികൾ തുടങ്ങിയാൽ അതിനെ പ്രതിപക്ഷ നിലയിൽ വളരെ ശക്തമായി തന്നെ എതിർക്കുമെന്നുമാണ് അദ്ദേഹത്തിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. അക്ഷയ, അതായത് മാർഷൽ, അവിടെയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ വരുമോ ഇല്ലയോ എന്നുള്ള, പിണറായി വിജയനെ തന്നെ CPM മുന്നോട്ട് വെക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇവിടെ ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷമായി പ്രവർത്തിക്കുകയാണ് ഇനി LDFന്റെ ലക്ഷ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഈ കുറിപ്പിൽ എവിടെയെങ്കിലും വായിച്ച് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി തന്നെ വരുമെന്ന് നമ്മൾ കരുതേണ്ടതുണ്ടോ? സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ നിലയനുസരിച്ച് 35 അംഗ പ്രതിപക്ഷങ്ങളിൽ ഏറ്റവും മുതിർന്ന ആൾ എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. അദ്ദേഹം തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കും. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ ഉപനേതാവ് എന്ന രീതിയിൽ K. രാജൻ, മുൻ റവന്യൂ മന്ത്രിയുമായിരിക്കും നിയമസഭയെ പ്രതിനിധീകരിക്കുക. അല്ലാതൊരു മാറ്റ തീരുമാനം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. എന്നാൽ ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ തരത്തിലുള്ള ചർച്ചകൾ വന്നിട്ടില്ലെന്നാണ് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു ചർച്ച ഇതുവരെ വന്നിട്ടില്ല എന്ന് നമുക്ക് ഒരുപക്ഷെ ജനറൽ സെക്രട്ടറി പറയുന്നതനുസരിച്ച് മനസ്സിലാക്കാം. എങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി വിജയൻ തന്നെയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ ഉപനേതാവായി K. രാജനെയുമാണ് LDF ഉയർത്തിക്കാട്ടുന്നത്. LDFന്റെ യോഗവും ആ തീരുമാനത്തോടൊപ്പമാണ് നിൽക്കുന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. 35 അംഗങ്ങളിൽ ഏറ്റവും മുതിർന്ന ആളെന്ന നിലയിലും അതോടൊപ്പം തന്നെ സഭാ നടപടിയിൽ കഴിഞ്ഞ തുടർച്ചയായിട്ട് 2 ടേമുകൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ സഭയെ നയിച്ച സഭാനാഥനും കൂടിയായിരുന്നുള്ള പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിന്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുമെന്നുള്ളതായിരിക്കും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശം. അതനുസരിച്ച് അദ്ദേഹം മുന്നോട്ട് പോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അക്ഷയ, വർഷത്തിൽ മറ്റൊരു കാര്യം, ഇവിടെ അദ്ദേഹം സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, പ്രതീക്ഷിച്ചതിൽ നിന്നും കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ ഇതല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചെന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ PK ശ്രീമതി ജനമനസ്സറിയുന്നതിൽ പരാജയപ്പെട്ടു എന്ന് പറയുന്നു. MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോഴും ഇതായിരുന്നില്ല പ്രതീക്ഷയ്ക്കേറ്റ കനത്ത തിരിച്ചടി എന്ന് പറയുന്നു. അതായത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് നോക്കുമ്പോൾ VD സതീശൻ 100-ലധികം സീറ്റ് നേടി കോൺഗ്രസ് ജയിക്കുമെന്ന് പറയുന്നു. അത് അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞതാണോ അല്ലയോ എന്നറിയില്ല. എന്തായാലും അതുപോലെ തന്നെ റിസൾട്ട് വന്നു. സാധാരണഗതിയിൽ CPM ആണ് ഒരു തെരഞ്ഞെടുപ്പ് നടന്നു കഴിയുമ്പോൾ അത് കൃത്യമായി എണ്ണുകയും എണ്ണിത്തിട്ടപ്പെടുത്തി എത്ര വോട്ട് എവിടെയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ആ സംവിധാനം, ആ സംഘടനാ സംവിധാനത്തെ പറ്റി പറയുന്നത് അത് ശരിയായിട്ടാണ് സംഭവിക്കാറ്. പക്ഷേ ഇവിടെ CPMന്റെ പ്രതീക്ഷകൾ അത് പൂർണ്ണമായും തകർന്നു പോയി, അല്ലെങ്കിൽ അവരുടെ CPM ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് ഒരു റിസൾട്ട് അത് പാർട്ടിയിൽ തന്നെ പോലും ഉണ്ടായില്ല എന്നുള്ളത് കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുകയാണ്.
തീർച്ചയായിട്ടും കണക്കുകൂട്ടൽ പിഴച്ചു എന്ന് തന്നെയാണ് അദ്ദേഹം ഒരു കുറ്റസമ്മതം പോലെ നടത്തുന്നത്. അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമെന്നുമാണ് അദ്ദേഹത്തിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. സാധാരണ രീതിയിൽ നേരത്തെ അക്ഷയ സൂചിപ്പിച്ചതുപോലെ വളരെ കൃത്യമായി വോട്ട് ബാങ്കുകളും വോട്ട് കണക്കുകളും ഒക്കെ സൂക്ഷിക്കുന്ന CPM-നെ പോലെയുള്ള ഒരു കേഡർ പാർട്ടിക്ക് ഇപ്പോൾ കണക്കുകൂട്ടൽ ആകപ്പാടെ തെറ്റുന്നു എന്നുള്ള കാര്യം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്നലെ തിരിച്ചറിഞ്ഞിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റായ ഒരു തീരുമാനം ഉണ്ടാകില്ല, മറിച്ച് താഴെത്തട്ട് വരെ ഇക്കാര്യങ്ങൾ പാർട്ടി നേതാക്കൾ കേട്ട് അവരിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ കേട്ടതിനു ശേഷം മാത്രം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അത് താഴെത്തട്ടിലേക്ക് എത്തിക്കും എന്ന് അദ്ദേഹം പറയുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ജനങ്ങളെയും പാർട്ടി സഖാക്കളെയും പ്രവർത്തകരെയും ഒക്കെ നേരിട്ട് കേൾക്കുക, അതായത് ഇതുവരെ ഉണ്ടായിരുന്നിട്ടുള്ള കണക്കുകൂട്ടൽ മുഴുവൻ പിഴച്ചത് ഇവരെ കേൾക്കാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു തെറ്റ് തിരുത്തി ജനങ്ങളിലേക്ക് ഇറങ്ങുവാൻ വേണ്ടി പാർട്ടി തയ്യാറാകുന്നു എന്നുള്ളതാണ്. അതിന്റെ തുടർച്ചയായിട്ട് മാത്രമേ നമുക്ക് പിണറായി വിജയന്റെ ഈ വാർത്താക്കുറിപ്പിനെയും കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അദ്ദേഹം ഈ വാർത്താക്കുറിപ്പ് ഇറക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്ന കാര്യം പ്രതിപക്ഷ നേതൃനിരയെ അദ്ദേഹം തന്നെ നയിക്കും എന്നുകൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാഠങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാ വിഭാഗങ്ങളുടെയും ജനവിഭാഗങ്ങളുടെയും പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ട് 100-ലധികം സീറ്റ് ഞങ്ങൾ നേടുമെന്ന് LDF നേതാക്കളും അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ അവർ അവകാശവാദം ഉന്നയിച്ചതുപോലെ വികസനം മാത്രമല്ല രാഷ്ട്രീയ ചർച്ചയായതെന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. എന്താണ് തകരാറ്, എവിടെയാണ് പാളിച്ച പറ്റിയതെന്നുള്ള കാര്യത്തിൽ ഒരു പരിശോധന വളരെ കൃത്യമായി നടത്തുകയും അതൊരു തുറന്ന പരിശോധനയായിരിക്കണം. അത്തരമൊരു സുതാര്യമായ ഇടപെടലിലൂടെ മാത്രമേ ഇനി ഒരു മുന്നോട്ട് പോക്കുണ്ടാവുകയുള്ളൂ. ഇതൊരു ഒലിച്ചുപോക്കല്ല. ഈ ഒരു പരാജയത്തോടുകൂടി പൂർണ്ണമായും ഞങ്ങൾ പിന്നോട്ട് പോയി എന്ന് ആരും കരുതേണ്ടതില്ല എന്നും ഇത്തരം പരാജയങ്ങളെ പഠിച്ച് വീണ്ടും മുന്നോട്ട് വന്നിട്ടുള്ള ചരിത്രം LDF-നും CPM-നും ഉണ്ടെന്നും ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഇന്ന് LDF യോഗത്തിന് ശേഷവുമുള്ള വാർത്താ സമ്മേളനം കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇതിനെ വിശദമായി പഠിക്കുക, ജനങ്ങളെ കേൾക്കുക, എവിടെയാണ് പാളിച്ചു വന്നത്, അത് ഏത് ഉന്നത രാഷ്ട്രീയ നേതാവിനായാലും ആ പാളിച്ച തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പുകൂടിയാണ് കഴിഞ്ഞ 2 ദിവസമായി ചേരുന്ന യോഗത്തിന് ശേഷം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും ഇപ്പോൾ CPM-ന്റെ മുതിർന്ന നേതാവ് പൊളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയന്റെ വാർത്താക്കുറിപ്പിലും ഉള്ളത്. അക്ഷയ, മറ്റൊരു കാര്യം, ഈ പിണറായിയെ പാർട്ടിയായി കണ്ടിട്ടുള്ള ആളുകളുണ്ട്. പിണറായി എന്ന് പറഞ്ഞാൽ അയാൾ അടിമുടി പാർട്ടിയാണെന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. അവരുൾപ്പെടെ ഇന്ന് പിണറായി വിരുദ്ധതയാണ്, പിണറായിയാണ് പ്രശ്നം, പിണറായിക്ക് മേൽ പൂർണ്ണമായും കുറ്റം ചാർത്തുന്ന രീതിയിലേക്കൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമുള്ള വിലയിരുത്തലുകളും പ്രതികരണങ്ങളും ഒക്കെ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. അവിടെ പിണറായി വിജയൻ ഇനി തിരുത്തൽ തുടങ്ങേണ്ടതും പിണറായി വിജയനിൽ തന്നെയാണെന്നാണോ? അദ്ദേഹം എങ്ങനെയായിരിക്കും ഇനി ഇടപഴകുക? പ്രത്യേകിച്ച് കണ്ണൂരിലും കൊല്ലത്തും ഉൾപ്പെടെ പലയിടങ്ങളിലായി ചെങ്കോട്ട എന്ന അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് നടന്ന ഇതുവരെയും മറ്റൊരു പാർട്ടിയും ജയിക്കാത്ത, അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രം CPM മാത്രം ജയിച്ചു വന്നിടത്തൊക്കെ തോൽവിയാണ്. ആ തോൽവി ഒക്കെ ഏറ്റുവാങ്ങിയിടത്തേക്ക് ഇനി തിരുത്തലുകൾ ഉണ്ടാകുമ്പോൾ അത് എങ്ങനെയായിരിക്കും ഇനി എന്നുള്ളതാണ്. അതായത് അക്ഷയ, ഇതുവരെ മണ്ഡലങ്ങൾ രൂപീകരിച്ചതിന് ശേഷം ഇന്ന് വരെ പരാജയം അറിയാത്ത തരത്തിലേക്ക് പ്രവർത്തിച്ചു വന്നിട്ടുള്ള പല മണ്ഡലങ്ങളുമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പ്രവർത്തന ശൈലി തിരുത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ പ്രവർത്തന രീതി, പ്രവർത്തന ശൈലി എന്താണെന്ന്. അദ്ദേഹം മാത്രം തിരുത്തിയാൽ മതിയോ, അതല്ല അദ്ദേഹത്തോടൊപ്പം തന്നെ വേറെ എന്തൊക്കെ കാരണങ്ങളുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ജനങ്ങളിൽ നിന്ന് കേൾക്കുവാൻ വേണ്ടി പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. അത് മുതിർന്ന അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ വിവിധ ഘടകങ്ങളിലേക്ക്, ജില്ലാ സെക്രട്ടേറിയറ്റ് മുതൽ സാധാരണ ബ്രാഞ്ച് യോഗം വരെയുള്ള ഘടകങ്ങളിലേക്ക് ചെയ്യുക. അപ്പോഴും ഏകദേശം 5.5 ലക്ഷം വരെ പെരുകുന്ന ഒരു CPM അണികൾ അല്ലെങ്കിൽ മെമ്പർമാർ മാത്രമേ ഉള്ളൂ. ഇതിനപ്പുറത്തേക്കാണ് കേരളത്തിലെ ജനങ്ങൾ. അപ്പോൾ LDF അനുഭാവികളായ, ഇടതുപക്ഷ അനുഭാവികളായവർ മാത്രമല്ല പൊതുസമൂഹത്തിലെ പിന്തുണയും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ നഷ്ടപ്പെടുന്ന സമയത്ത് ഏകദേശം 4% വോട്ട് ഓരോ മണ്ഡലങ്ങളിലും നഷ്ടപ്പെടുമ്പോൾ അതിന്റെ കാരണം എന്താണ്, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് പരിശോധിക്കണം. ആ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു തുറന്ന സമീപനത്തോടു കൂടി ഇനി ജനങ്ങളെ സമീപിക്കുമെന്ന് പറയുന്നത്. ഇന്നലെ സംസ്ഥാന സെക്രട്ടറി പറയുന്ന വാചകത്തിന് വന്ന് ഇന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി പറയുമ്പോഴും രണ്ടിടത്തും പറയുന്നത് ഭയലേശമന്യേ നിർഭയമായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് എവിടെയാണ് പാളിച്ച പറ്റിയതെന്ന്. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയേ ഉള്ളൂ, നേതാക്കന്മാർക്ക് മനസ്സിലായിട്ടില്ല എവിടെയാണ് തങ്ങൾക്ക് പിഴവ് പറ്റിയെന്നുള്ളത്. അതുകൊണ്ട് ജനങ്ങൾ പിഴവ് പറ്റിയെന്നുള്ളതിന്റെ ശിക്ഷ കൊടുത്തു കഴിഞ്ഞു, ഇനിയും കാരണം അറിയുകയാണ്. ആ കാരണം തേടിയിട്ടുള്ള ഒരു തുടർ പ്രക്രിയയൊക്കെയാണ് ഇനിയും പോകുന്നത്. ആ സമയത്തും പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അദ്ദേഹം ഇതിനകത്ത് എങ്ങനെ പ്രതികരിക്കുന്നു പറയും. അദ്ദേഹത്തിന് പറയാനുള്ളത് മാത്രമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ അദ്ദേഹം പിൻവാങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് നമ്മുടെ വാർത്താക്കുറിപ്പിൽ കാണുന്നത്. അദ്ദേഹം നമ്മളങ്ങ് ഇറങ്ങുമല്ലേ എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിനൊപ്പം ഇറങ്ങിയിട്ടുള്ള ആളുകൾ അദ്ദേഹത്തെ ഇപ്പൊ ഈ VS പിണറായി പ്രശ്നമൊക്കെ ഉണ്ടായി, വിഭാഗീയതയൊക്കെ ഉണ്ടായ സമയത്തും അദ്ദേഹത്തെ ചേർത്ത് നിർത്തി. അദ്ദേഹം പാർട്ടിയാണത്, പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടാണ് പിണറായി ആ തരത്തിൽ ചേർത്ത് നിർത്തിയത്.
അങ്ങനെ നിർത്തിയിട്ടുള്ള ജനവിഭാഗത്തിനോട് നേരിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ അവരെ ഇന്ന് പറയുന്ന പിണറായി വിരുദ്ധതയ്ക്കെതിരെ എന്താണ് സംഭവിച്ചതിനെ പറ്റി എനിക്ക് അതായത് കുറച്ചുകൂടി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എന്ത് ചെയ്യാനാകുമെന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ ഭയമില്ലാതെ സംസാരിക്കൂ എന്ന് പറയുന്നിടത്ത് ഭയമുണ്ടായിരുന്നോ ഇത്രയും കാലം ഈ സംവിധാനത്തിൽ? ഭയപ്പെടേണ്ട അവസ്ഥ ഉണ്ടായിരുന്നോ പാർട്ടിക്കാർക്ക്, പാർട്ടി പ്രതിനിധികൾക്ക് എന്നുള്ള ചോദ്യമുണ്ട്. ഉറപ്പായിട്ടും അതായത് അക്ഷയ സൂചിപ്പിച്ചത് തന്നെയാണ്. കാരണം ഇത്രയും കാലം ഒരു പാർട്ടി എന്ന നിലയിലേക്ക് CPM-ഉം LDF-ഉം ഒരു മുന്നണി എന്ന നിലയിൽ പോകുന്ന സമയത്തും പ്രവർത്തകരുടെ നിർഭയമായിട്ടുള്ള അഭിപ്രായ പഠനത്തിന് സാധ്യമാകുന്ന രീതിയിലായിരുന്നില്ല അവരുടെ പല ഘടകങ്ങളും എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകാൻ വേണ്ടി ഈ പരാജയം വേണ്ടി വന്നു എന്നുള്ളതാണ്. അത്തരമൊരു തിരിച്ചറിവിലേക്ക് അവരെ എത്തിക്കുന്നതിനകത്ത് ഒരു ഉദാഹരണമായി നമ്മൾ പറയുകയാണെങ്കിൽ അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ച G. സുധാകരൻ മുതിർന്ന CPM-ന്റെ നേതാവായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ 5 വർഷമായിട്ട് അവിടുത്തെ ജില്ലാ ഘടകവുമായി തെറ്റിപ്പിരിഞ്ഞു നിൽക്കുന്നു. ജില്ലാ ഘടകത്തിലെ ചില നേതാക്കളുമായി അദ്ദേഹം അത്ര സുഖത്തിലല്ല എന്ന് മനസ്സിലാകുമ്പോൾ അദ്ദേഹത്തെ അന്വയിപ്പിക്കാൻ വേണ്ടിയുള്ള നയം ഉണ്ടായില്ല. ആ അനുനയ നീക്കങ്ങൾ എവിടെയാണ് തടസ്സപ്പെട്ടത്? TK ഗോവിന്ദനായാലും കുഞ്ഞികൃഷ്ണനായാലും പാർട്ടിയോട് കലഹിച്ചു പോവുകയും അവർ വിജയിച്ചു വരികയും അവരെ പാർട്ടിക്കാർ ഉൾപ്പെടുന്നവർ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയും ചെയ്യുന്നിടത്താണ് CPM അല്ലെങ്കിൽ LDF എന്ന മുന്നണിക്ക് തങ്ങളുടെ തെറ്റ് പറയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ എവിടെയാണ് പാളിച്ച വന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. ആ പരിശോധനകൾ എന്നാൽ വ്യക്തിപരമായ രീതിയിലേക്ക് നടത്തുന്ന ആക്രമണങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായ പരാമർശങ്ങൾ അതിനെ കാര്യഗൗരവമായി കാണുന്നില്ല എന്നാണ് ഇന്നലെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. അത്തരം തനിക്കെതിരെ വ്യക്തിപരമായ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെ വ്യക്തിപരമായി നടത്തിയ പരാമർശങ്ങൾ അതിനെയൊന്നും കാണുന്നില്ല. എന്നാൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചകൾ എന്താണെന്ന് സുതാര്യമായി പരിശോധിച്ചുകൊണ്ട് ജനങ്ങളെ കേട്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഞങ്ങൾ തുടങ്ങുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഈ വീഴ്ചയിൽ നിന്ന് കൃത്യമായി കാര്യങ്ങൾ പഠിക്കും എന്നുള്ള നിർദ്ദേശമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഭാഗത്തുനിന്ന് വന്നത്. എന്നാൽ എവിടെ നിന്ന് പഠിക്കണം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ജനങ്ങളിൽ നിന്ന് തന്നെ അതിന്റെ അഭിപ്രായങ്ങൾ തേടുക. ആ അഭിപ്രായ സ്വരൂപണത്തിന് ശേഷം അതത് കമ്മിറ്റികൾ അത് ചർച്ച ചെയ്ത് മുകളിലേക്ക് നൽകുക. സാധാരണഗതിയിൽ മുകൾ തട്ടിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ താഴെത്തട്ട് വരെ കേൾക്കുന്നതായിരുന്നു CPM-ന്റെ രീതിയെങ്കിൽ അത് മാറുന്നു. താഴെത്തട്ടിലുള്ള സാധാരണ അണികൾ, പാർട്ടി മെമ്പർമാർ, അനുഭാവികൾ തുടങ്ങിയവരോടെല്ലാം എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് തിരുത്തി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സുതാര്യമായ നീക്കം ഉണ്ടാകുമെന്നും തുറന്ന മനസ്സോടെ തുറന്ന സമീപനത്തോടുകൂടി ജനങ്ങളെ സമീപിക്കുമെന്നും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ അതോടുകൂടി തിരിച്ചു വരുമെന്നുമുള്ള ശുഭാപ്തി വിശ്വാസമാണ് CPM-ന്റെ നേതൃത്വം മുന്നോട്ട് വെക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ വാർത്താക്കുറിപ്പ് തുടങ്ങുന്നത് തന്നെ. ആ വാർത്താക്കുറിപ്പിൽ അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ചില തെറ്റിദ്ധാരണകൾ ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നതിനകത്ത് ചില മാധ്യമങ്ങളുടെ പങ്ക് അദ്ദേഹം പറയുന്നു. UDF-ന്റെയും BJP-യുടെയും ഒക്കെ പ്രവർത്തനം നടത്തിയിട്ടുള്ള പങ്ക് പറയുന്നു. അപ്പോൾ ഇതിനെ മറികടക്കുവാൻ വേണ്ടിയിട്ട് പ്രചരണത്തിലൂടെ മറികടക്കുവാൻ വേണ്ടിയിട്ട് LDF-നോ സർക്കാരിനോ സാധിച്ചില്ല എന്നുള്ള ഒരു കുറ്റസമ്മതം കൂടി അതിലുണ്ട്. അങ്ങനെയെങ്കിൽ ഇനി എന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ് വീഴ്ച വന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വിശദമായി പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുമെന്നുള്ള ഉറപ്പാണ് ജനങ്ങൾക്ക് അദ്ദേഹം നൽകുന്നത്. അപ്പോഴും ഞാൻ പറയുന്നു വാർത്താക്കുറിപ്പിലൂടെ മാത്രമാണ് പിണറായി വിജയൻ ഇത്തരം ഒരു പരാമർശം നടത്തുന്നത്. ഇന്നലെ സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനം നടക്കുമ്പോഴും 10 മിനിറ്റ് തികച്ചുപോലും അദ്ദേഹം ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ പോവുകയാണ്. പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു, തിരിച്ചൊരു ചോദ്യം കേൾക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ആ ചോദ്യത്തിന് മറുപടി പറയാൻ വേണ്ടി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് സാധിക്കുന്നില്ല. ഇന്നിപ്പോൾ മുതിർന്ന നേതാവ് പൊളിറ്റ് ബ്യൂറോ അംഗം കൂടിയായിട്ടുള്ള പിണറായി വിജയൻ അദ്ദേഹവും ഇത് തന്നെ വാർത്താക്കുറിപ്പിലൂടെ മാത്രമാണ് ഇത് പറയുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജനങ്ങളിൽ നിന്ന് കേട്ടിട്ട് ഇനി മറുപടി പറയാം എന്നുള്ള തരത്തിലേക്ക് CPM നേതൃത്വം മാറി എന്നുള്ളതാണ്. അക്ഷയ.